ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ജോൺ പോൾ രണ്ടാമൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ലാളിത്യത്തിന്റെയും സൗമ്യതയുടെയും പ്രതീകമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. പോപ്പ് എന്നാൽ കേവലം കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ മാത്രമല്ല, വത്തിക്കാൻ എന്ന ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനും ഭരണകർത്താവ് കൂടിയാണ് അദ്ദേഹം. ലോകത്തെ അപൂർവ സൂക്ഷിപ്പുകളുള്ള ലൈബ്രറിയുടെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് പോപ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടുകൂടി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: എങ്ങനെയാണ് അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതെന്ന്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള രീതിയാണ് ഇവിടെ പിന്തുടരാറുള്ളത്. നിലവിലുള്ള പോപ്പ് മരണപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്യുന്ന അവസരത്തിലാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാറുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കർദിനാൾമാരെല്ലാം ചേർന്നാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക. പോപ്പ് മരണപ്പെട്ടാൽ കമർലിങ്കോ പോപ്പിന്റെ അടുത്തെത്തി 3 തവണ അദ്ദേഹത്തിന്റെ പേര് ചൊല്ലി വിളിക്കും. ഇത് മാമോദിസ സമയത്തെ അദ്ദേഹത്തെ വിളിച്ച പേരായിരിക്കും. എന്നിട്ടും പോപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമില്ലെങ്കിൽ മരണപ്പെട്ടെന്ന് ഉറപ്പിക്കും. പോപ്പ് കാലം ചെയ്ത വിവരം കർദിനാൾ കൗൺസിലിനെ അറിയിക്കുന്നു. ഇതിനുശേഷം പോപ്പിന്റെ അധികാരത്തിന്റെയും സ്ഥാനത്തിന്റെയും ഒക്കെ ചിഹ്നമായ കയ്യിലുള്ള മോതിരം അടിച്ചു പൊട്ടിക്കുന്നു. ശേഷം പോപ്പിന്റെ ഔദ്യോഗിക മുറി അടച്ചുപൂട്ടി സീൽ ചെയ്യുന്നു. മോതിരം തകർക്കുന്നതോടുകൂടി തന്നെ പോപ്പിന്റെ ഭരണം അവസാനിച്ചു എന്നുള്ള മെസ്സേജാണ് വരുന്നത്. ഇതിനുശേഷം പോപ്പ് മരണപ്പെട്ട വിവരം ലോകത്തോട് വിളിച്ചു പറയും. പോപ്പ് മരണപ്പെട്ടാൽ ഔദ്യോഗികമായി 9 ദിവസത്തെ ദുഃഖാചരണം ഉണ്ടായിരിക്കും. ഈ ദിവസത്തെ സദേവെക്കാന്റെ എന്നാണ് അറിയപ്പെടുന്നത്. പോപ്പ് മരിച്ച് 14 മുതൽ 20 ദിവസത്തിനുള്ളിൽ പാപ്പൽ കോൺക്ലേവ് ചേരും. ഇതിന് നേതൃത്വം നൽകുന്നത് ഡീനായിരിക്കും. ഡിസ്റ്റൈൻ ചാപ്പലിൽ വെച്ചാണ് പോപ്പിനെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ നടക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നീണ്ടൊരു പ്രക്രിയ തന്നെയാണ്. 80 വയസ്സിന് താഴെയുള്ള കാർദിനാൾമാർ ചേർന്നാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക. ഇത്തവണ 135 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. ചില സമയങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളോ മാസങ്ങളോ വരെ നീണ്ടുപോകാം. വർഷങ്ങൾ നീണ്ടുപോയ ചരിത്രവും ഇതിനുണ്ട്. 2013 ജോൺ പോൾ രണ്ടാമനെ തിരഞ്ഞെടുക്കാൻ 24 മണിക്കൂർ സമയമെടുത്തിരുന്നു. 5 റൗണ്ട് വോട്ടെടുപ്പും ഇതിനുവേണ്ടി പൂർത്തിയാക്കിയിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് 3 വർഷം വരെ നീണ്ടുപോയ ചരിത്രമുണ്ട്. ആകെയുള്ള കാർദിനാൾമാരിൽ 2 ഭൂരിപക്ഷം ആർക്ക് ലഭിക്കുന്നോ അവരാണ് പുതിയ പോപ്പായി തെരഞ്ഞെടുക്കപ്പെടുക. ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വരെ ഇലക്ഷൻ നടക്കും. നിലവിലുള്ള പോപ്പ് മരണപ്പെട്ടെന്ന വാർത്ത അറിയുന്നതോടുകൂടി തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാർദിനാൾമാരെല്ലാം വത്തിക്കാനിൽ എത്തിച്ചേരുന്നുണ്ടാവും. ഇലക്ഷന് വേണ്ടി ഡിസ്റ്റൈൻ ചാപ്പലിൽ അവർ കയറിയാൽ പിന്നീട് പുറം ലോകവുമായി സംവദിക്കാൻ സാധ്യമല്ല. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഡിസ്റ്റൈൻ ചാപ്പലിൽ പുറത്തു നിന്നുള്ള ഒരു ആശയവിനിമയം അനുവദിക്കില്ല. പുതിയൊരു പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതുവരെ ഈ നിലയിൽ അവർ തുടരും. പുതിയൊരു പോപ്പിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് പുറം ലോകത്തെ അറിയിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ഡിസ്റ്റൈൻ ചാപ്പലിലെ 60 അടി ഉയരമുള്ള ചിമ്മിണിയിൽ നിന്നും കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ അവിടെ പോപ്പിനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നാണ് അർത്ഥം. ഇലക്ഷൻ ഉപയോഗിച്ച ബാലറ്റ് പേപ്പർ തന്നെ ഇട്ടിട്ടാണ് ഈ കറുത്ത പുക ഉണ്ടാക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോപ്പിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ബാലറ്റ് പേപ്പറിനോടൊപ്പം ചില കെമിക്കൽ കൂടി ചേർത്ത് വെള്ളപ്പുക ഉണ്ടാക്കുന്നു. ഈ പുക കാണാൻ വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് ഡിസ്റ്റൈൻ ചാപ്പലിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുക. പോപ്പിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കർദിനാൾ വന്ന് ഡിസ്റ്റൈൻ ചാപ്പലിന്റെ ബാൽക്കണിയിൽ വെച്ച് നമുക്കൊരു പുതിയ പോപ്പിനെ കിട്ടിയിട്ടുണ്ടെന്ന വിവരം വിളിച്ചു പറയുന്നു. അതിനുശേഷം പുതിയ പോപ്പ് ബാൽക്കണിയിലേക്ക് വരികയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. പോപ്പായി തിരഞ്ഞെടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് പുതിയ സ്ഥാനപ്പേര് വേണമെങ്കിൽ സ്വീകരിക്കാം. പലപ്പോഴും പല വിശുദ്ധന്മാരുടെയോ അല്ലെങ്കിൽ മുൻകാല പോപ്പുകളുടെയോ പേരാണ് തിരഞ്ഞെടുക്കാറുള്ളത്. മാമോദിസ മുഖ്യ ഏതൊരു പുരുഷനും പോപ്പ് എന്ന സ്ഥാനത്ത് എത്താമെങ്കിലും 700 വർഷമായി കർദിനാൾമാരിൽ ആരെങ്കിലുമാണ് പോപ്പായി തെരഞ്ഞെടുക്കപ്പെടാറുള്ളത്.